നിങ്ങളുടേത് ഓയിലി സ്കിന്നാണോ? എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ? ഏതൊക്കെയാണ് റൈറ്റ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുള്ളതിൽ ഇപ്പോഴും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെത്തിയത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ്. ഓക്കെ, എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണമാണ് നിങ്ങളുടെ സ്കിൻ മോർ ഓയിലി ആയിട്ട് തോന്നുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അത് എക്സസ് ആയിട്ട് ഇങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മുടെ സ്കിൻ ഗ്രീസി ആയിട്ട് തോന്നും, ചിലപ്പോൾ ക്ലോഗ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ചില സമയത്ത് ആക്നെ വരെ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് എക്സസ് ആയിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഓയിലി സ്കിൻ എന്ന് പറയുന്നത് അത്ര ബാഡ് ആയിട്ടാരും കാണണ്ട. മറ്റുള്ള സ്കിൻ ടൈപ്പിനെക്കാട്ടിലും മുഖത്ത് നമ്മുടെ ഫേസ് ഏജ് ആവുന്നത് കുറച്ചും കൂടെ സ്ലോ ആയിട്ടായിരിക്കും ഓയിലി സ്കിൻകാർക്കുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതോടൊപ്പം ഒരു ദിവസം 2 വട്ടം മാത്രമേ നിങ്ങളുടെ മുഖം ക്ലെൻസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ജെൻറ്റിലായിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. മേക്കപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ മേക്കപ്പ് ഉപയോഗിച്ച് നമ്മളിപ്പം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാലും മേക്കപ്പിൻ്റെ ബാക്കി ഇതൊക്കെ നമ്മുടെ മുഖത്തുണ്ടാവും. അപ്പോൾ നമുക്ക് ഡബിൾ ക്ലെൻസിങ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ഒരു ഓയിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ബാക്കിയുള്ളതും എക്സ്ട്രാ ഓയിലും കൂടെയൊക്കെ ഫേസിൽ വന്നിട്ട് നമുക്ക് പിമ്പിൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓയിലി സ്കിന്നിനെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ക്ലെൻസ്, എനിക്കൊരു ബെസ്റ്റായിട്ട് തോന്നിയൊരു ക്ലെൻസർ എന്ന് പറയുന്നത് തന്നെ ഈ സെറ്റാഫിലിൻ്റെ ഓയിലി സ്കിൻ ക്ലെൻസറാണ്. ഇതിനൊരു 500 സംതിങ് റേഞ്ചാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും അഫോർഡബിളായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സിമ്പിൾ റിഫ്രഷിങ് ഫേസ് വാഷ് ആയിരിക്കും അനദർ വൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണറാണ്. ടോണർ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ടോണറല്ല, നമ്മുടെ ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ടോണറാണ് കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതിൽ സാലിസിലിക് ആസിഡും വിച്ച് ഹേസലും 2 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ടോണർ ആണ് യൂസ് ചെയ്യുന്നത് നല്ലത്. ഞാൻ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 പ്രോഡക്ട്സ് എന്ന് പറയുമ്പം പ്ലമ്മിൻ്റെ 3% നിയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ ടോണർ ഉണ്ട്, അത് ബെസ്റ്റാണ്. വേറൊന്നെന്ന് പറയുന്നത് മിനിമലിസ്റ്റിൻ്റെ 3% PHA ആൽക്കഹോൾ ഫ്രീ ടോണറാണ്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു DIY ടോണറാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ DIY ആയിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രോഡക്ട്സ് വേറെ ഇതുപോലെ പ്ലമ്മിൻ്റെ അല്ലെങ്കിൽ മിനിമലിസ്റ്റിൻ്റെയൊക്കെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് യൂസാക്കി നോക്കാം. അതും ബെസ്റ്റ് പ്രോഡക്ട്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്തും യൂസാക്കാം, അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡിൽ വെച്ചിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ട്രസ്റ്റ് മീ ഗൈസ്, യുവർ സ്കിൻ ഫീൽസ് സോ ഫ്രഷ് ആഫ്റ്റർ ദിസ് സ്റ്റെപ്പ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഓയിലി സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യണോ വേണ്ടയോ, ഓയിലി സ്കിന്ന് മോയ്സ്ചറൈസിങ് നിർബന്ധമാണോ എന്നുള്ളത്. പക്ഷേ നിർബന്ധമാണ്. നമ്മൾ എപ്പോഴും സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും നോക്കണം. ആൻഡ് അതിനായിട്ട് വാട്ടർ ഇൻടേക്ക് ചെയ്യുക. അകത്തേക്ക് കൊടുക്കാവുന്നത് വാട്ടറാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇടാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ജെൽ ബേസ്ഡ്, ഇപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ആയിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ മോയ്സ്ചറൈസറാണ് എൻ്റെ ഫേവറേറ്റ്, അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീൽ മോയ്സ്ചറൈസർ. ചില മോയ്സ്ചറൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓയിലി അല്ലെങ്കിൽ ഗ്രീസി ഫീലിംഗ് നമുക്കുണ്ടാവും. പക്ഷേ ഇതുപോലൊരു ലൈറ്റ് വെയ്റ്റ് ജെൽ മോയ്സ്ചറൈസർ യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഓയിലി ആയിട്ടിരിക്കുന്നത് മാറ്റിക്കിട്ടും. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ ഫേസിലും നെക്കിലും അതുപോലെ അപ്ലൈ ചെയ്യണം. നെക്കിലും കൂടെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താലും അതുപോലെ നെക്കിലും അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാവും. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബിഗ് സ്റ്റെപ്പാണ്, അതാണ് സൺസ്ക്രീൻ. നമ്മളെപ്പോഴും ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടാനായിട്ട് നോക്കുക.
സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഓയിലി സ്കിന്നിന് ഒരു മാറ്റിഫൈങ് സൺസ്ക്രീൻ ആണ് നല്ലത്. അതുപോലുള്ള അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസ് ഉപയോഗിക്കാൻ നോക്കുക. ഞാൻ ഇപ്പോൾ യൂസാക്കിക്കൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആഷലിൻ്റെ ഇതാണ്, ഈ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഏത് സൺസ്ക്രീൻ എടുത്താലും 40+ SPF ഉള്ള സൺസ്ക്രീൻസ് യൂസാക്കാൻ മസ്റ്റായിട്ട് നോക്കാം. അപ്പോൾ ഒരു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഇത്രയാണ്. പിന്നെ ഓൾവേസ് റിമെമ്പർ ഒരു കാര്യം, എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാവരുടെ സ്കിൻ വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് നടത്തുക. അതിനുശേഷം മാത്രം ഉപയോഗിക്കാൻ നോക്കുക. ആദ്യം നിങ്ങളുടെ സ്കിൻ ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഓയിൽ ഓവർലോഡ് അല്ലാണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന പ്രോഡക്ട്സ് ചൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതായാലും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ, നിങ്ങളിപ്പോൾ ഓയിലി ആയാലും കോമ്പിനേഷൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന സ്ട്രഗിൾ എന്താണെന്ന് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്. മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മോർ സ്കിൻ കെയർ ടിപ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.